വൺ പീസ് ആനിമെ അറബാസ്റ്റ സാഗ 7-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കൊട്ടാരത്തിൽ സേനാനായകൻ ചാക്ക യോദ്ധാക്കളോട് പറഞ്ഞു, റിബൽ ആർമി അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. അറബാസ്റ്റ നമ്മൾ സ്വന്തം കരങ്ങളാലെ തന്നെ രക്ഷിക്കണം. ത്യാഗത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട. നിങ്ങളുടെ ശക്തിയുടെ പരമാവധി പോരാടുക. റിബൽ ആർമിയെ തടയുക. യോദ്ധാക്കളെ അണിനിരക്കൂ. റിബൽ ആർമി അലിബർണ ലക്ഷ്യമാക്കി മരുഭൂമിയിലൂടെ കുതിക്കുന്നു. നിനക്ക് കുഴപ്പമില്ലല്ലോ കോസ? ഇതൊന്നുമില്ല. ഈ വേഗത്തിൽ പോവുകയാണെങ്കിൽ പുലർച്ചയോടെ നമ്മൾ അലിബർണയിൽ എത്തിച്ചേരും. ഇതേ വേഗതയിൽ തുടരൂ. പുലർച്ചെയാണ് അന്തിമ പോരാട്ടം. വിവി ഇഴഞ്ഞാണെങ്കിലും രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. ആഹാ, ഞങ്ങളും അലിബർണയിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. അതോ ഇവരെ രക്ഷിക്കണോ? ക്രോക്കഡൈൽ ഒരു താക്കോൽ ഉയർത്തി കാണിച്ചു. ഈ സെല്ലിന്റെ താക്കോല് ഇവിടെ താടാ തേണ്ടി, ലൂഫി അലറി. എന്നാൽ ക്രോക്കഡൈൽ അത് നിലത്തേക്കിടാൻ തുനിഞ്ഞപ്പോൾ തന്നെ കെട്ടുപൊട്ടിച്ച് ചാടി വന്ന വിവി അത് പിടിക്കാൻ നോക്കിയെങ്കിലും അയാൾ ഒരു ട്രാപ്പ് ഡോർ തുറന്ന് അതിലൂടെ കീ താഴെ വെള്ളത്തിലേക്ക് വീണു. മരണത്തിലേക്കുള്ള യുദ്ധം തുടങ്ങാൻ ഇനി അധികം നേരമില്ല. ഇവിടെ നിന്ന് നീ അലിബർണയിലേക്ക് പോയാലും റിബല്യൻ തടയാൻ കൃത്യസമയത്ത് തന്നെ ചെല്ലുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോകുന്നതായിരിക്കും നല്ലത്, മിസ് വെനസ്ഡേ. അതോ അതിനു പകരം നീ ഇവരെ രക്ഷിക്കാൻ നിൽക്കുന്നു? എന്താണെങ്കിലും ഞാൻ അറിയാതെ താക്കോൽ ബനാന ഗേറ്റർ കിടക്കുന്ന സ്ഥലത്തേക്ക് ഇട്ടുപോയി. ബനാന ഗേറ്ററോ? ബനാന ഗേറ്ററോ? ഓ അതെന്നാ? ആ പഴുത്തിൽ നിന്നൊരു മുതല മുരളുന്നു എന്ന് ലൂഫി. ഇതെന്ത് ജീവിയായെന്ന് നാമി. അപ്പോൾ ഈ മുറി വെള്ളത്തിനടിയിലായിരുന്നോ എന്ന് ഉസോപ്പും അതിശയിച്ചു. നോക്കടാ ഒരു കോമഡി പഴം. മണ്ടാ ശ്രദ്ധിച്ചു നോക്ക്. തലയിൽ ബനാനയുള്ളൊരു മുതലയാടാ അത്. അപ്പോൾ ഒരു ബനാന ഗേറ്റർ കീയുടെ അരികിൽ വന്നിട്ട് അതങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. വിവി അത് കണ്ടു. ഓയ് എന്ത് പറ്റി വിവി? ബനാന ഗേറ്റർ കീ വിഴുങ്ങി. എന്നാ? അതിനെ പിടിച്ചിട്ട് അങ്ങ് തുപ്പിക്കിടി, ലൂഫി അലറി. എങ്ങനെ? സീ കിങ്ങുകളെ വരെ വേട്ടയാടുന്ന ഭീകരന്മാരാണ് ബനാനടയില്. അടുത്തു ചെന്നാൽ അപ്പോൾ തന്നെ അത് തിന്നുകളയും എന്ന് വിവി. അറിയാതെ അത് താഴെയിട്ടതിൽ ക്ഷമ ചോദിക്കുന്നു. പിന്നെ അതിലേത് മുതലയാണ് താക്കോൽ വിഴുങ്ങിയതെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? എന്നാ ഇങ്ങേരിത് എന്തോന്ന് മനുഷ്യനാ? നാശം, ഇവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റുമായിരുന്നേല് ഞാൻ ഇതിങ്ങളെ ശരിയാക്കിയേനെന്ന് സോറോ. നീ എന്ത് മണ്ടനാ സോറോ? കീ ആര് തിന്നത് കൊണ്ടല്ലേ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റാത്തത്? അതെനിക്കറിയാവടാ തേണ്ടി. അപ്പോൾ ശരി, നിങ്ങളെക്കാൾ കുറച്ച് നേരത്തെ ഞങ്ങൾ പോവുകയാണ്. പിന്നെ 1 മണിക്കൂറിനുള്ളിൽ ഈ മുറി ഓട്ടോമാറ്റിക്കലി നശിക്കുന്നതായിരിക്കും. ബറോക്ക് വർക്സിന്റെ പ്രസിഡന്റായി ഞാൻ ഉപയോഗിച്ച ഈ രഹസ്യമുറിക്കിന് ഉപയോഗമില്ല. വൈകാതെ തന്നെ ഇതിൽ വെള്ളം നിറഞ്ഞ് റെയിൻ ബേസ് തടാകത്തിൽ മുങ്ങും. 10 ലക്ഷം സാധാരണ ജനങ്ങളോ അതോ ഭാവിയില്ലാത്ത 4 തുക്കട പൈരറ്റുകളോ? നിനക്കിതിൽ ഒന്നിനെ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. അതിനുള്ള സാധ്യത കുറവാണെങ്കിലും മിസ് വെനസ്ഡേ, നിനക്ക് ചൂതാട്ടം ഇഷ്ടമാണോ? ഇത്രയധികം വിഡ്ഢികളുള്ള ഈ രാജ്യത്ത് എനിക്കിത് എത്ര എളുപ്പമാണെന്ന് നിനക്കറിയുമോ? ഉദാഹരണത്തിന് മണ്ടന്മാരായ റിബലുകളും യൂബയിൽ കുഴികുത്തുന്ന കിളവനുമൊക്കെ. ലൂഫി അത് കേട്ടൊന്ന് ഞെട്ടി. നീ ഉദ്ദേശിച്ചത് ആ ഉണങ്ങിയ കിളവനെയാണോ? പണ്ടേ മരിച്ച ആ മരിപ്പച്ചയിൽ വെള്ളം നോക്കി കുഴിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടൻ കിളവൻ. എത്ര മണൽക്കാറ്റടിച്ചിട്ടും അയാളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ലൂഫിക്കാകെ കലിപ്പ് കയറി. ഇനി പറ സ്ട്രോഹാറ്റ് ലൂഫി, നിനക്ക് തോന്നുന്നുണ്ടോ ഒരു സ്ഥലത്ത് മാത്രം മണൽക്കാറ്റ് കൃത്യമായി വീണ്ടും വീണ്ടും അടിക്കുമെന്ന്? താൻ എന്തായി പറയുന്നത്? വിവി ചോദിച്ചു. ലൂഫിക്ക് കാര്യം മനസ്സിലായി. നീയാ അത് ചെയ്തത് അല്ലേ? ഞാൻ നിന്നെ കൊന്നുകളയും. വിവിക്ക് വരിശം വന്നു. എന്നാൽ ക്രോക്കഡൈലും മിസ് ഓൾസണ്ടയും അവിടുന്ന് പോകാൻ ആരംഭിച്ചു. അപ്പോൾ വാതിലുകൾ തുറന്ന് വെള്ളം ആ മുറിയിലേക്ക് പ്രവേശിക്കാനും ആരംഭിച്ചു. അയ്യോ വെള്ളം! എന്തേലും ചെയ്തില്ലെങ്കിൽ ഈ മുറി മുഴുവൻ മുങ്ങും. വിവി എന്തേലും ചെയ്യടി, എനിക്കിനിയും ജീവിക്കണം. ഉസോപ്പ് ആകെ പേടിക്കാൻ തുടങ്ങി. ഇങ്ങനെ പേടിക്കാതെ, നിനക്ക് പ്രാന്താടാ തോറോ. ഇപ്പോഴല്ലേ പേടിക്കണ്ടേ? ഒന്നും ചെയ്തില്ലേ എല്ലാവരും ചാവും, മനസ്സിലായോ? എന്റെ രാജ്യമോ സുഹൃത്തുക്കളോ അതല്ലേ നീ പറഞ്ഞത്. പക്ഷേ അതിലൊന്നും നീ തിരിച്ചു തരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അലിബർണയിൽ ചെല്ലുന്നതിന് മുന്നേ എന്നെയും കൊല്ലാനാണ് നിന്റെ പ്ലാൻ. നിന്നെ തോൽപ്പിച്ചാലും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നെനിക്ക് കൃത്യമായി അറിയാം. തനിക്ക് ഒന്നും അറിയില്ല. ഈ രാജ്യത്തിലെ ജനങ്ങളെക്കുറിച്ചോ ചരിത്രമോ അവരെങ്ങനെയാ ജീവിക്കുന്നതെന്നോ ഒന്നും നിനക്കറിയില്ല. വിവി ആക്രമിക്കാനായി തന്റെ ആയുധം എടുത്തെങ്കിലും അവളെ കൊണ്ട് അയാളെ ഒന്നും ചെയ്യാനാവില്ല എന്ന നിസ്സഹായതയാൽ അവളെ താഴ്ത്തി. പെട്ടെന്ന് ലൂഫി ഉറക്കെ പറഞ്ഞു, വിവി എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ്, ഇതിന്ന് ഞങ്ങളെ രക്ഷിക്ക്. അവസാനം ജീവന് വേണ്ടി യാചിക്കാറായല്ലേ സ്ട്രോഹാറ്റ് ലൂഫി? സ്വാഭാവികം മാത്രം. എല്ലാവരും മരണത്തെ ഭയക്കുന്നു. ഞങ്ങള് ചത്താ പിന്നെ നിന്നെ ആരാടാ ഇടിച്ച് നശിപ്പിക്കാൻ പോകുന്നത്? ലൂഫി അലറി. അത് കേട്ട് ക്രോക്കഡൈൽ നിന്നു. അധികം നയകളിക്കല്ലേ കൊച്ചു ചേർക്ക.
നീയാടാ കൊച്ചി ചെറുക്കനെന്ന് ലൂഫി. പെട്ടെന്ന് ക്രോക്കഡൈൽ മറ്റൊരു ഡോർ തുറന്നു. അതിൽ നിന്നും ഒരു ബനാന ഗേറ്റർ പുറത്തു വന്നു. ഇവരെ രക്ഷിക്കാൻ നിനക്ക് കിട്ടിയ ഒരു അവസരമാണിത് മിസ് വെനസ്ഡേ. അതും നിനക്ക് വിപ്ലവം നടത്തണമെങ്കിൽ. ഒരു ഭീകരനായ ബനാനടയിൽ വിവിയുടെ മുന്നിൽ വന്ന് നിന്നു. അവൾ ആകെ ഭയന്നുപോയി. ഓക്കെ, അതിനെ തോപ്പിക്ക് വിവി, ലൂഫി അലറി. ഭ്രാന്താണോ നിനക്ക്? നീ ആ ജീവിയെ കണ്ടോ? ഓട് വിവി, നിനക്കതിനെ തോപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളെ സഹായിക്ക് എന്ന് ഉസോപ്പ്. നീ എന്തോന്ന് ഈ പറയുന്നേ? അപ്പോൾ നാമി ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഇതിങ്ങളെല്ലാം അവസരം നോക്കി ക്യൂ നിൽക്കുവാണോ? അകത്തേക്ക് വരാൻ കാത്തിരിക്കുന്ന ബനാന ഗേറ്ററിന്റെ ഒരു വലിയ ക്യൂ തന്നെയായിരുന്നു അവർ കണ്ടത്. പെട്ടെന്ന് ബനാന ഗേറ്റർ വിവിയെ ആക്രമിച്ചു. അവൾ അത് ഒഴിഞ്ഞു മാറി. ആ വലിയ ജീവിക്ക് നല്ല വേഗതയുണ്ടായിരുന്നു. ആ സ്റ്റെയർ കേസ് തന്നെ ഒറ്റ കടിക്ക് തകർത്ത് കളഞ്ഞത് കണ്ടോ? എന്ത് ജീവിയായത്? ഉസോപ്പ് പേടിച്ചു. അപ്പോൾ ബനാന ഗേറ്റർ അതിന്റെ വാല് കൊണ്ട് വിവിയെ അടിച്ചു. വിവി തെറിച്ചു പോയി വീണു. വിവി ഓട്! അയ്യോ, അതിപ്പോ നിന്നെ തിന്നുവേ. ആ ജീവി കടിക്കാനായി വാ പിളർത്തി. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു. ഡണ്ടൻ മുഷിയുടെ ശബ്ദം. ആരോ മിസ് ഓളുസണ്ടയുടെ ട്രാൻസ്പോണ്ടർ സ്നേഹിലേക്ക് വിളിച്ചതായിരുന്നു. അവൾ അത് എടുത്തു. ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ആ പറഞ്ഞു. നീ മില്യൺസിൽ ഒരാളാണോ? ഓയ്, ഈ സാധനം വർക്കാവൂ. ഞാൻ ഇതിനു മുന്നേ മിനി ട്രാൻസ്പോണ്ടർ സ്നേഹിൽ ഉപയോഗിച്ചിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, സംസാരിച്ചു. നിനക്ക് എന്താണ് വേണ്ടത്? ഓളുസണ്ട ചോദിച്ചു. പെട്ടെന്ന് കാര്യം പറയാനെന്ന് ക്രോക്കഡൈലും. ഓ, ഈ ശബ്ദം ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടല്ലോ. ഹലോ, നശിച്ച റെസ്റ്റോറന്റിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. നശിച്ച റെസ്റ്റോറന്റോ? ആഹാ, എന്നെ ഓർമ്മയുണ്ടല്ലോ. ആര് നന്നായി. ലിറ്റിൽ ഗാർഡനിലേക്ക് ഫോൺ വിളിച്ചതും ഡണ്ടൻ മുഷി ഉപയോഗിച്ചിട്ടില്ല എന്ന് മിസ്റ്റർ 3 പറഞ്ഞതും ക്രോക്കഡൈൽ ഓർത്തു. 4 സ്ട്രോ ഹാറ്റുകളും സെല്ലിലുണ്ട്. പിന്നെ ഉള്ളത് അവരുടെ പെറ്റ് മാത്രം. അതിനർത്ഥം ഇനിയും ഇവരുടെ കൂടെ ആൾക്കാരുണ്ടെന്നല്ലേ? അത് കേട്ടോ എന്ന് ഉസോപ്പ് ചോദിച്ചു. നശിച്ച റെസ്റ്റോറന്റോ? ഇനി ചിലപ്പോ അത്... ലൂഫിക്ക് മനസ്സിലായി. ഉടനെ സാഞ്ചി എന്ന് വിളിക്കാൻ വാ തുറന്നെങ്കിലും ഉസോപ്പ് ലൂഫിയുടെ വാ കുത്തിപ്പിടിച്ചു. നിക്ക് ലൂഫി, അയാൾക്ക് സാഞ്ചിയെ കുറിച്ച് അറിയില്ല. മിസ്റ്റർ 2 കപ്പലിൽ വന്നപ്പോൾ അവൻ മുറിക്കകത്തായിരുന്നു. അതുകൊണ്ട് അവർ അവനെ കണ്ടിട്ടില്ല, ഉസോപ്പ് പറഞ്ഞു. അത് ശരിയാ, സാഞ്ചിസാനും ടോനിക്കുനും ഇപ്പോഴും വെളിയിൽ തന്നെയാ എന്ന് വിവിയും ഓർത്തു. നീ ആരാണ്? ക്രോക്കഡൈൽ ചോദിച്ചു. ഞാനോ? ഞാൻ മിസ്റ്റർ പ്രിൻസ്. ഓഹോ, മിസ്റ്റർ പ്രിൻസ്. നീ ഇപ്പോൾ എവിടെയാണുള്ളത്? അയ്യോ, അത് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ നീ എന്നെ പിടിക്കില്ലേ? അതിന് പറ്റുമോ ഇല്ലയോ എന്നതൊക്കെ വേറെ കാര്യം. എന്നാലും നിന്നെ പോലെ അത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കുന്നവനല്ല ഞാൻ, മിസ്റ്റർ സീറോ. പ്രിൻസോ? രക്ഷിക്കടാ, ഞങ്ങളെ പിടിച്ചടാ. പ്രിൻസേ രക്ഷിക്കോ, പ്രിൻസേ രക്ഷിക്കോ. ലൂഫിയും ഉസോപ്പും കൂട്ടിൽ കടന്നു ബഹളം. ശബ്ദം കേട്ടിട്ട് എന്റെ ക്രൂ നിന്റെ അടുത്തുണ്ടെന്നാണല്ലോ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ... പെട്ടെന്നൊരു വെടിയൊച്ച കേട്ടു. സാഞ്ചിയുടെ ശബ്ദം നിലച്ചു. അപ്പോൾ മറുതലയ്ക്കൽ നിന്നും മറ്റൊരാൾ ഫോൺ മേടിച്ച്, ഹലോ, ഞങ്ങൾ ഇവനെ പിടിച്ചു, ഇനി ഇവനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. വിവി ഭയന്നുപോയി. സാഞ്ചിയെ പിടിച്ചു? നിങ്ങൾ എവിടെയാണ്? ക്രോക്കഡൈൽ ചോദിച്ചു. റെയിൻ ബേസിലെ റെയിൻ ഡിന്നേഴ്സ് കാസിനോയുടെ ഫ്രണ്ട് ഗേറ്റിലുണ്ട്, അയാൾ പറഞ്ഞു. ഒരു കോണവുമില്ലാത്ത പൊട്ടാൻ, അവന് ജീവനില്ലാല. അത് നന്നായി, ഫ്രണ്ട് ഗേറ്റിലേക്ക് പോകാം, ക്രോക്കഡൈൽ പറഞ്ഞു. അത് ബുദ്ധിയാണോ? മില്യൺസിന് ഇപ്പോഴും അവരുടെ ബോസ് ആരാണെന്ന് അറിയില്ല, ഓളുസണ്ടേ പറഞ്ഞു. അവരുടെ ബോസ് ആയിട്ടല്ല ഞാൻ പോകുന്നത്. നമ്പർ ഏജന്റുകൾക്കല്ലാതെ നിന്നെയോ എന്നെയോ മറ്റാർക്കും അറിയില്ല. ഈ കസിനോയുടെ ഓണർ ക്രോക്കഡൈല് അതിന്റെ മുന്നിൽ എന്താ നടക്കുന്നതെന്നറിയാൻ പോകുന്നതിൽ എന്തു പ്രശ്നം വരാനാ? അവർ മുന്നിലേക്ക് പോയി. പെട്ടെന്ന് വിവി ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ ബനാന ഗേറ്റർ അത് കണ്ട് കടിക്കാൻ ശ്രമിച്ചു. അവൾ അതിന്റെ പുറത്ത് കയറി ചാടി പൊളിഞ്ഞ സ്റ്റെയർ കേസിൽ പിടിച്ച് മുകളിൽ കയറി. നീ എന്ത് ചെയ്യാൻ നോക്കുവോ വിവി? ലൂഫി ചോദിച്ചു. ഇവിടെ വെള്ളം നിറയാൻ ഇനിയും സമയമെടുക്കും. ഞാൻ പുറത്തുപോയി ആരെങ്കിലും രക്ഷിക്കാൻ വിളിച്ചോണ്ട് വരാം, അവൾ പറഞ്ഞു. അതെ, സാഞ്ചി അത്ര പെട്ടെന്നൊന്നും ചാവില്ല. വിവി, അവനെ പോയി രക്ഷിച്ചാല്... അതെ, ചോപ്പറും വെളിയിലല്ലേ, എന്തേലും വഴി കിട്ടും, നാമിയും പറഞ്ഞു. പെട്ടെന്ന് ക്രോക്കഡൈല് മണൽ കൊണ്ട് വിവിയെ ആക്രമിച്ചു. അവൾ താഴെ വീണു. നീ മണ്ടത്തരം മതിയാക്ക്. മുറിയിലേക്ക് ശക്തിയായി വെള്ളം ഇരച്ചു കയറുന്നു. ലൂഫിയും ഉസോപ്പും ബഹളം. എണീക്ക് വിവി, മുതല വരുന്നുണ്ട്. നിനക്ക് നിന്റെ സുഹൃത്തുക്കളെ അത്ര ഇഷ്ടമാണെങ്കിൽ എല്ലാം ഇവിടെ കിടന്ന് ഒരുമിച്ച് ചത്തോ. വെള്ളം കയറി ഉടനെ തന്നെ ഈ മുറി മുങ്ങിപ്പോകും. നിന്റെയൊക്കെ മിസ്റ്റർ പ്രിൻസിനെയും ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം. അത് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. ലൂഫി കലിപ്പ്. ഇതേ സമയം കാസിനോയില് അകത്തെയും പുറത്തെയും പ്രശ്നങ്ങൾ അറിയാതെ അവിടെ ആഘോഷമായിരുന്നു. അപ്പോൾ ക്രോക്കഡൈൽ അവിടേക്ക് വരുന്നത് കണ്ട് അസിസ്റ്റന്റ് മാനേജർ നനോഹനയിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ചോദിച്ചു. രാജ്യം മുഴുവൻ നടുക്കത്തിലാണത്രേ. അതിശയം തോന്നുന്നില്ല. കടൽക്കള്ളക്കാരെ ഒന്നും ചെയ്യാതെ നാടാക്രമിക്കാൻ അനുവദിച്ചതല്ലേ രാജാവ്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതായിരുന്നു. കാസിനോയിലെ ജനങ്ങൾ ക്രോക്കഡൈലിനെ കണ്ട് ചുറ്റും കൂടാൻ തുടങ്ങി. അയാൾ അത്ര പോപ്പുലർ ആയിരുന്നു, അവർക്കൊരു ഹീറോയും. ബറോക്ക് വർക്സ് നമ്പേഴ്സ് ഏജന്റ് മരുഭൂമിയിലൂടെ അലിബർണ ലക്ഷ്യമാക്കി പോകുന്നു.
ഇങ്ങനെ വിഷമിക്കാതെ മിസ്റ്റർ 2 പറഞ്ഞു. നശിച്ചവനെ, നീ എന്തിനാ എന്റെ മുഖത്ത് തൊട്ടത് എന്ന് മിസ്റ്റർ 1. തൊട്ടെന്ന് ഞാനൊന്ന് ഇടിച്ചതല്ലേ ഉള്ളൂ, മറന്നുപോയോ ജിമ്മൻകുട്ടാ? എന്നാടാ? മിസ്റ്റർ 1 ദേഷ്യം വന്നു. എന്നാ വാട ഇടിക്കടാ. എന്നാൽ ഡബിൾ ഫിംഗർ ഇടയ്ക്ക് കയറി അത് പിരിച്ചു വിട്ടു. നീ ഒന്നും കൊള്ളില്ല, ഇത്ര അരസികന്മാരുടെ കൂടെ ഞാൻ എന്തിനാ പണിയെടുക്കുന്നതെന്ന് മിസ്റ്റർ 2. രസമോ പുളിയോ, അലിബർണയുടെ അടുത്ത് നമ്മൾ എത്താറായെന്ന് ഡബിൾ ഫിംഗർ പറഞ്ഞു. ഓ നോക്കട്ടെ നോക്കട്ടെ. ഓ അപ്പോ ഇതായിരുന്നല്ലേ നാടകം അരങ്ങേറാൻ പോകുന്ന അലിബർണ, സെറോച്ചാന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്ന സ്ഥലം. വിവി അവശയായിരുന്നു. എന്നെ സഹായിക്കാൻ അവർ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അവരെ മരിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പോൾ ബനാന കേട്ടർ ആക്രമിച്ചു. എന്നാൽ അവൾ അത് ഒഴിഞ്ഞു മാറി മുതലയുടെ ദേഹത്ത് കയറി സ്റ്റെയർ കേസിലേക്ക് ചാടിക്കേറി ഓടി. എന്നാൽ മുതല സ്റ്റെയർ കേസിൽ ഒന്നുകൂടി ശക്തിയായി കടിച്ചു. അതിന്റെ ശക്തിയിൽ ഉണ്ടായിരുന്ന ബാക്കി ജനാലകൾ കൂടി തകർന്ന് കൂടുതൽ വെള്ളം മുറിയിലേക്ക് ശക്തിയായി പ്രവഹിക്കാൻ തുടങ്ങി. ഇനി 20 മിനിറ്റിനുള്ളിൽ തകരുമല്ലോ എന്ന് പറഞ്ഞ് ഉസോപ്പ് പേടിച്ചു. ആ ആക്രമണത്തിൽ വിവിക്കൊന്നും പറ്റിയിരുന്നില്ല. അവൾ എല്ലാവരോടായിട്ടും പറഞ്ഞു, കുറച്ചു നേരം കൂടി ക്ഷമിക്കണം, ഞാൻ സഹായം കൊണ്ടുവരാം, പ്രോമിസ്, നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കില്ല. ആ നീ പോയിട്ട് വാ വിവി, ലൂഫി വിളിച്ചു പറഞ്ഞു. വിവി പുറത്തേക്ക് കുതിച്ചു. മുന്നിലെ കാഴ്ച കണ്ട് ക്രോക്കഡൈൽ ഞെട്ടിപ്പോയി. അടികൊണ്ട് അവശരായി കിടക്കുന്ന ബറോക്ക് വക്സ് ഏജന്റുകൾ. പെല്ലെന്ന ഫാൽക്കൺ തോൽപ്പിച്ച ആൾക്കാരെ കൂടി കൂട്ടിയാൽ ഈ നഗരത്തിലെ എല്ലാ മില്യൺസുകളും തോറ്റു കഴിഞ്ഞു, ഓളുസണ്ടേ പറഞ്ഞു. അപ്പോൾ ക്രോക്കഡൈല് അടികൊണ്ട് കിടന്ന ഒരുത്തനോട് ഇവിടെ എന്താ നടന്നതെന്ന് ചോദിച്ചു. മിസ്റ്റർ പ്രിൻസ് എന്ന ഒരുത്തൻ. നിങ്ങൾ അവനെ പിടിച്ചെന്നല്ലേ പറഞ്ഞത്? അവൻ എവിടെ പോയി? ക്രോക്കഡൈൽ ചോദിച്ചു. അയാൾ നഗരത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് പോയതേ ഉള്ളൂ. അപ്പോൾ ക്രോക്കഡൈല് മിസ്റ്റർ പ്രിൻസ് ഓടുന്നത് കണ്ടു. കീടം, നിനക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. എന്തുകൊണ്ട് അവരെ വെറുതെ വിട്ടുകൂടാ? ഓളുസണ്ടേ അപ്പോൾ ചോദിച്ചു. ശബ്ദിക്കരുത്, എന്നെ കളിയാക്കിയവരെ വധിച്ച ശീലമേ എനിക്കുള്ളൂ. അത് പറഞ്ഞ അയാൾ ആ ദിശയിലേക്ക് പറന്നു. പെട്ടെന്ന് കാസിനോ കുലുങ്ങാൻ തുടങ്ങി. എന്തു പറ്റി? റെയിൻഡിനേഴ്സിലേക്കുള്ള പാലം തകർന്നു. അതെന്നാ? ഇതെങ്ങനെ? ജനങ്ങൾ പരിഭ്രാന്തരാകാൻ തുടങ്ങി. പാലം തകർന്നു? അയ്യോ, ഞാനിനി എങ്ങനെ പുറത്തു പോകും? വിവി പേടിച്ചു. പുറത്തേക്ക് പോകുന്നതിലല്ല, ബറോക്ക് വർക്സിനെ അകത്തേക്ക് വിടാത്തതിലാണ് കാര്യം. ഇതെല്ലാം പ്ലാനാണ്. ശബ്ദം കേട്ട് വിവി തിരിഞ്ഞു നോക്കി. ഇപ്പോൾ ചോപ്പർ ഒരു ഡീക്കോയായി ടൗൺ മുഴുവൻ ഓടി നടക്കുവാണ്. പെട്ടെന്ന് പോകാം. റിബില്യൻ തുടങ്ങി. സാഞ്ചിയെ കണ്ട് വിവി ഹാപ്പിയായി. ഇനി അവരെവിടെയാണെന്ന് പറഞ്ഞാലും എൻ്റെ രാജകുമാരി. ടോണിക്കും ഡീക്കോയാണെന്നോ? വിവി ചോദിച്ചു. അവന് പ്രശ്നമൊന്നും വരില്ല, കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിക്കുന്ന. പക്ഷേ സാഞ്ചി സാൻ, നിനക്ക് കുറച്ചു മുന്നേ വെടിയേറ്റതല്ലായിരുന്നു? എനിക്കോ? ശരിക്കും സാഞ്ചി ആയിരുന്നു ആ വെടിവെച്ചതും തോക്ക് ചൂണ്ടി ബറോക്ക് വർക്സ് ഏജന്റിനോട് സംസാരിക്കാൻ പറഞ്ഞത്. ചോപ്പർ, ഇവന്റെ കൂട്ടുകാരെല്ലാം പുറത്തു കൂടാൻ തുടങ്ങി. ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യണമല്ലേ? ചോപ്പർ ചോദിച്ചു. അതെ. ബറോക്ക് വർക്സിലെ ബാക്കിയുള്ള മില്യൻസുകൾ അടികൊണ്ട് കിടന്നവരെ കണ്ടെത്തി. അപ്പോൾ ചോപ്പറും പ്രത്യക്ഷപ്പെട്ടു. നീ ആരാടാ? അവര് ചോദിച്ചു. എൻ്റെ പേര് മിസ്റ്റർ പ്രിൻസ്. അപ്പൊ നീയാണോ ഈ പരിപാടി കാണിച്ചത്? ചോപ്പർ ഒന്ന് പേടിച്ചു. എന്നാലും ധൈര്യം സംഭരിച്ച് എൻ്റെ പേര് മിസ്റ്റർ പ്രിൻസ് എന്ന് പറഞ്ഞ് അവന്മാരെ എല്ലാം എടുത്തിട്ടടിച്ച് പാർത്താൻ തുടങ്ങി. ക്രോക്കഡൈൽ പുറത്തു വന്നപ്പോൾ അടികൊണ്ട് അവശരായി കിടക്കുന്ന ഏജന്റുകളെയാണ് കണ്ടത്. അവർ മിസ്റ്റർ പ്രിൻസ് ആണ് ഇത് ചെയ്തതെന്നും പറഞ്ഞു. അപ്പോഴാണ് ഒളിച്ചിരിക്കുന്ന ചോപ്പറിനെ കണ്ടതും അവന്റെ പിറകെ ക്രോക്കഡൈൽ പോകുന്നതും. ഈ തക്കത്തിന് സാഞ്ചി പാലം ചവിട്ടി തകർത്തു കളഞ്ഞു. ഏകദേശം ഇതൊക്കെയാണ് നടന്നത്, സാഞ്ചി പറഞ്ഞു. ടോണിക്കുഞ്ഞിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അവന്റെ കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. ക്രോക്കഡൈൽ ചോപ്പറിനെ അന്വേഷിക്കുകയായിരുന്നു. ഇതേ സമയം റെയിൻഡിനേഴ്സിൽ നടന്ന കാര്യം അറിഞ്ഞ് ജനങ്ങളും പരിഭ്രാന്തിയും. മിസ്റ്റർ പ്രിൻസിനെ കാണാഞ്ഞിട്ട് ക്രോക്കഡൈലിന് ആയിരിശം കയറി. ചോപ്പറാണെങ്കിൽ ചെറുതായി ക്രോക്കഡൈൽ കാണാതെ രക്ഷപ്പെട്ടു. ഇതേ സമയം മുറിയിലേക്ക് വെള്ളം ശക്തിയായി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൂടെങ്ങാനും മുങ്ങിയാലും നമ്മുടെ കാര്യം തീർന്നു. ഉസോപ്പ് ആകെ പേടിയില്. ഞാൻ അവനെ അരിശം പിടിപ്പിക്കുക, ഈ കേജ് കടിച്ചു പൊട്ടിക്കാൻ എന്ന് നാമി. ഓഹോ, പാലക്കൻ ഐഡിയായിരുന്നു ഉസോപ്പ്. പാടാ ഒന്ന് മുട്ടി നോക്കടാ പന്ന പഴവേ, എടാ ചീഞ്ഞ പഴവേ. ലൂഫി അലമ്പ്. അളിയ അത് തെറ്റാ, ഞാൻ പറഞ്ഞില്ലേ, അത് തലയിൽ പഴമുള്ള ഒരു മുതലയെന്ന് എന്ന് ഉസോപ്പ്. അയിനി മിണ്ടാതിരിയടാ. ഉദാഹരണത്തിന് മങ്കി ഡാൻസ് ഇല്ലേ? എടാ ചീഞ്ഞ പഴമേ, ഞാൻ പറയുന്നൊന്ന് കേക്കടാ. എന്തുവാ? ഉദാഹരണത്തിന് മങ്കി ഡാൻസ് ഇല്ലേ? മങ്കി ഒരു മൃഗമാ, എന്നാ മങ്കി ഡാൻസ് ഒരു ഡാൻസ് അല്ലേ? നമ്മൾ പഴവും മുതലേ തിന്നത്തില്ലേ എന്ന് ലൂഫി. പെട്ടെന്ന് ബനാന കേട്ടർ കൂട്ടിൽ കടിച്ചു. പക്ഷെ അതിന്റെ പല്ല് തകർന്നുപോയി. കാര്യമില്ല, നല്ല ടഫ് സാധനമാ. വിവി പെട്ടെന്ന് വായോ. എടാ പിള്ളാരെ, സ്മോക്കർ പെട്ടെന്ന് വിളിച്ചു. താൻ എങ്ങനെയാടോ ഇത്ര സമാധാനത്തോടെ ഇരിക്കുന്നതെന്ന് ഉസോപ്പ് സ്മോക്കറിനോട് ചോദിച്ചു. അതെ, താനും വല്ലതും ചിന്തിക്കാനെന്ന് ലൂഫിയും. നിങ്ങൾക്ക് എന്തോരം അറിയാം? സ്മോക്കർ ചോദിച്ചു. ശരിക്കും ക്രോക്കഡൈൽ എന്തിന്റെ പിറകെയാണ്?
ക്രോക്കഡൈലിന്റെ കൂടെയുള്ള ആ സ്ത്രീ 20 വർഷമായി വേൾഡ് ഗവൺമെന്റ് വേട്ടയാടുന്ന പിടികിട്ട പുള്ളിയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവളുടെ ബൗണ്ടി 70 മില്യൺ ബെറി എന്തോ ആണ്. 70 മില്യണോ? ഊസോപ്പിന് അതിശയം. ആ, ക്രോക്കഡൈലിനും ഏകദേശം ഇത്രം തന്നെയല്ലേ എന്ന് നാമി. അവരിരുവരും ഒന്നിച്ച നിമിഷം തന്നെ ഇതൊരു സാധാരണ അട്ടിമറി അല്ലാതായിരിക്കുന്നു. അവരെ വെറുതെ വിട്ടാൽ ഈ ലോകത്തെ വരെ ബാധിക്കാവുന്ന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അത്രയൊക്കെ പോകൂ? നിങ്ങൾ എന്തോന്നാ സംസാരിക്കുന്നേ? അവനെ അടിച്ചു പറത്താൻ എനിക്കിതുപോലത്തെ കാരണമൊന്നും വേണ്ട എന്ന് ലൂഫി ഉറക്കെ പറഞ്ഞു. ഓഹോ, അപ്പൊ നമ്മൾ എങ്ങനെയാ ഇവിടെ നിന്നും പുറത്തു കിടക്കുന്നത്? സ്മോക്കർ ചോദിച്ചു. വെള്ളം കയറി ലൂഫിയുടെ ശക്തിയെല്ലാം പോയി തുടങ്ങി. അയ്യോ, എനിക്ക് വയ്യാതാവുന്നേ. സീന പിടിച്ചു നിൽക്കടേ, വിവി ഇപ്പൊ വരും. നാശവന്റെ സ്പോർട്സ്മാൻഷിപ്പ് നല്ലതായിരുന്നെങ്കിൽ ഈ ചട്ടക്കൂടൊക്കെ എപ്പോഴേ ഞാൻ കണ്ടിച്ചു കളഞ്ഞേനെ. സോറ വ്യസനിച്ചു. പെട്ടെന്ന് കഴിക്കുമ്പോ ബഹളം വെക്കാതെ ശ്രദ്ധിക്ക്. ഉടനെ തന്നെ എന്തോ ഒരു ശബ്ദവും കേട്ടു. നോക്കുമ്പോൾ സാഞ്ചി ആ വലിയ ബനാന ഡയലിനെ മുകളിലേക്ക് ചവിട്ടി പറത്തി. എല്ലാവരും ഞെട്ടിപ്പോയി. ഹേതേ, കാത്തിരുന്നു മടുത്തോ? ഓഹോ, പ്രിൻസേ! ഓ നന്നായി, ചുമ്മാ നോക്കി നിൽക്കാതെ താക്കോല് കണ്ടുപിടിക്കടേ എന്ന് സോറോ. നാമിസാൻ, ഇപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് കഥക് തുറക്കാൻ നോക്ക്. ഓക്കേ. എന്തോ ഒലിപ്പീരാടേ. അപ്പോൾ ക്യൂവിൽ നിന്ന ബനാന ഗേറ്ററുകളെല്ലാം ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി. സാഞ്ചി, എല്ലാത്തിനെയും ഇടിച്ച് ശരിയാക്കടാ, ലൂഫി അലറി. നീയൊക്കെ എത്ര വേണമെങ്കിലും കൂട്ടം കൂടി എന്നെ പിടിക്കാൻ നോക്കിക്കോ, പന്ന പഴങ്ങളെ. സ്ത്രീകളെ ആക്രമിക്കുന്ന മാനേഴ്സ് ഇല്ലാത്ത നിന്നെയൊക്കെ ഞാൻ ടേബിൾ മാനേഴ്സ് ചവിട്ടി പഠിപ്പിച്ചു തരാം. സാഞ്ചി, അതിനൊന്നും സമയമില്ല, ഒരൊറ്റ ചവിട്ടിന് തീർക്കുന്ന ഉസോപ്പ് അലറി. ഇപ്പോൾ കയറി വന്ന മൂന്നാമത്തതിനെ തീർക്ക്, സ്മോക്കർ പറഞ്ഞു. നിനക്കതറിയാവോ? ലൂഫി ചോദിച്ചു. നിന്റെ ചെവി എന്താ അലങ്കാരത്തിനാണോ? കീ വിഴുങ്ങിയ അതേ മുതലയുടെ മുരൾച്ചയാണ് അതിന്. ഓഹോ. പാലം തകർത്ത് കുറച്ച് സമയം ലാഭിക്കാൻ നോക്കി. അവർക്ക് ഇനിയും ഇവിടെ കൂട്ടുകാരുണ്ട്, ക്രോക്കഡൈൽ പറഞ്ഞു. നമ്മളെ പറ്റിച്ച് റൂമിലെത്താനായിരുന്നു അത്? ഓളിസൺഡേ ചോദിച്ചു. മിക്കവാറും. പെട്ടെന്ന് സാഞ്ചിയുടെ ചവിട്ട് കാരണം ബനാന ഗേറ്റർ എന്തോ പുറത്തേക്ക് തുപ്പി. അതൊരു ബോളായിരുന്നു. എന്താ അത്? ഇത് കീ ഒന്നുമല്ലല്ലോ. അപ്പോൾ ആ ബോൾ തകർന്ന് അതിൽ നിന്ന് മിസ്റ്റർ 3 പുറത്തു വന്നു. ഓഹോ, വെള്ളം. മായോ, ഇത് മിഥ്യയോ? ഇത് അവനല്ലേ? 3, ഇത് 3. മിസ്റ്റർ 3, ഇവൻ എന്നെ മുതലയുടെ വയറ്റിക്കാര്യം. വിവിക്ക് അത്ഭുതം. മിസ്റ്റർ 3 മൂക്കുമുട്ട വെള്ളം കുടിച്ച് പഴയ പടിയായി. അയ്യോ, ജീവൻ തിരിച്ചു കിട്ടിയേ. ചത്തെന്നാ വിചാരിച്ചത്. ഹിഹി, ആ നാശിച്ച ക്രോക്കഡൈല് അവൻ എന്നെ ഒഴിവാക്കാൻ നോക്കി, പക്ഷേ ഫലിച്ചില്ല. മുതല എന്നെ വിഴുങ്ങിയ നിമിഷം തന്നെ എന്റെ അവസാന തുള്ളി ശക്തിയും പുറത്തെടുത്താണ് ഞാൻ ഈ വാക്സ് ബോൾ ഉണ്ടാക്കിയത്. അപ്പോൾ മിസ്റ്റർ 3 ആ കീ കണ്ടു. ഇതെന്നാ? ആ കീ നിങ്ങളോ? മിസ്റ്റർ 3 ഞെട്ടി. ഈ കീ? ഒരു മിനിറ്റ്. ഒരു മുറി, ശക്തിയായി അകത്തേക്ക് വരുന്ന വെള്ളം, ഒരു ചട്ടക്കൂട്, പിന്നെ ഈ കീയും. മിസ്റ്റർ 3യുടെ ബൾബ് കത്തി. ഇവിടെ എന്നാ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പെട്ടെന്ന്. അപ്പൊ നീ ആയിരുന്നല്ലേ ഈ മിസ്റ്റർ 3? മിണ്ടാതെ ആ കീ ഇങ്ങ് തന്നെ. മിസ്റ്റർ 3 ഒന്ന് ചിരിച്ചിട്ട് ആ കീ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. നീ ആരാണെന്ന് എനിക്കറിയില്ല, പിന്നെ നീ അവരുടെ സൈഡിലുള്ള ആളാണെന്ന് തോന്നുന്നു. കീ വേണമെങ്കിൽ പോയി കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഉത്തരവാദിയല്ല. സാഞ്ചിക്കാകെ കരിപ്പ് കയറി. അയാൾക്ക് താക്കോൽ വിഴുങ്ങിയ മുതലയെ കിട്ടിയാലോ? ഓളിസൺഡേ ചോദിച്ചു. അതിൽ കാര്യമില്ല, താക്കോൽ കിട്ടാൻ തന്നെ ഭാഗ്യമുണ്ടെന്നിരിക്കട്ടെ. എന്നാലും യഥാർത്ഥ താക്കോൽ എന്റെ കയ്യിലാണുള്ളത്. അവർ വേണ്ടത്ര കഷ്ടപ്പെടട്ടെ, ക്രോക്കഡൈൽ പറഞ്ഞു. അത് പറന്നുപോയി. എടാ തെണ്ടി, നിനക്ക് അപാര ധൈര്യം തന്നെ. പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് ഉസോപ്പ് പറഞ്ഞു. സാഞ്ചി, അവന്റെ വാക്സ് പവർ കൊണ്ട് ഈ കൂടിന്റെ കീ ഉണ്ടാക്കത്തില്ലേ? ഉറപ്പായിട്ടും. മിസ്റ്റർ 3 അടപടലമായി. നല്ല ചവിട്ട് കിട്ടിയ മിസ്റ്റർ 3 കേജ് തുറന്നു. കൊള്ളാം മെഴുകുമാനെ. ഇനി അത് പറഞ്ഞിട്ട് സാഞ്ചി ഒരു പോസ്റ്ററും പതിപ്പിച്ച് അവനെ ചവിട്ടി തെറിപ്പിച്ചു വിട്ടു. വാ പോകാം, സമയമില്ല. അതെ, അവര് നേരെ അലിബർണയിലേക്കായിരിക്കും പോയതെന്ന് നാമി. പക്ഷെ ഇവിടെ ഇനിയും ധാരാളം ബനാന ഗേറ്ററുകളില്ലേ എന്ന് വിവി. എന്നാൽ ഒക്കത്തിനെയും സോറോയും ലൂഫിയെയും അടിച്ച് ശരിയാക്കിയിരുന്നു. ഇനിയും ഉണ്ടോടാ? ഓ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അതിലൊരെണ്ണം കാരണമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് വിവി സാഡ്. നോ, ഇവന്മാരുടെ ശക്തിയൊക്കെ അബ്നോർമലാ, അതുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ഉസോപ്പ് അവളെ സമാധാനിപ്പിച്ചു. ലൂഫിയാണെ കരിപ്പിലായിരുന്നു. ഇങ്ങനെ വെള്ളത്തിൽ നനഞ്ഞ് എനിക്ക് എന്റെ ഫുൾ പവർ പുറത്തെടുക്കാൻ പറ്റുന്നില്ല. വെള്ളം ശക്തമായി ഇരച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം ബിൽഡിംഗ് എപ്പോൾ വേണേലും തകർന്നു വീഴും. അത് തകർന്നു. വെള്ളം അതിശക്തമായി അകത്തേക്ക് വന്നു. പുറത്തേക്കുള്ള പാസേജ് വേയും തകർന്നിരുന്നു. സ്ട്രോഹാറ്റുകളെല്ലാം വെള്ളത്തിലായി. അവിടേക്ക് വന്ന ക്രോക്കഡൈല്, ആ കീടങ്ങള് എല്ലാത്തിനെയും ഞാൻ കൊല്ലും ഇപ്പോ, ഈ നിമിഷം തന്നെ, എന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട്. അപ്പോഴാണ് കേജ് തുറന്നു കിടക്കുന്നത് അയാൾ കണ്ടത്. മിസ്റ്റർ 3യും ബനാന ഗേറ്ററും തല്ലുകൊണ്ട് അവശരായി കിടക്കുന്നു.
മിസ്റ്റർ 3യുടെ ദേഹത്തൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. പറ്റുമെങ്കിൽ പിടിക്കടാ പന്ന മുതലേ എന്ന് മിസ്റ്റർ പ്രിൻസ്. ക്രോക്കഡൈലിന് അരിശം കയറി. ലൂഫിയെ സാഞ്ചി രക്ഷിച്ച് തടാകത്തിന്റെ വെളിയിൽ കൊണ്ടുവന്നു. വിവിയും നാമിയും മുസോപ്പും സേഫ് ആയിരുന്നു. സോറോ സ്മോക്കറിനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. ഓയ് സോറോ, നീ എന്തിനാ ശത്രുവിനെയൊക്കെ രക്ഷിച്ചു കൊണ്ടുവരുന്നത് എന്ന് സാഞ്ചി ചോദിച്ചു. ഓടെ, എനിക്ക് വേണ്ടിയിട്ടല്ല, എന്നാണേലും വാ പെട്ടെന്ന് പോകാം, ഇപ്പൊ തന്നെ കുറെ സമയം പോയി. വിവി ചാൻ, നമ്മൾ കൃത്യസമയത്ത് ഇനി ചെല്ലുമോ? സാഞ്ചി ചോദിച്ചു. അറിയില്ല. നാമിസാൻ, ഞാൻ മേടിച്ചു തന്ന പെർഫ്യൂം കയ്യിലുണ്ടോ? ആ, എന്നാ കുറച്ചെടുത്ത് അങ്ങ് അടിക്കേ. അവൾ പെർഫ്യൂം മേടിച്ചു. പെട്ടെന്ന് സ്മോക്കർ സോറോയെ ആക്രമിച്ചു. സോറോ അത് സിമ്പിളായി ബ്ലോക്ക് ചെയ്തു. നീ എന്തിനാ എന്നെ രക്ഷിച്ചത്? വെള്ളം മൊത്തത്തിൽ വന്നപ്പോൾ ലൂഫി സോറോയോട് പറഞ്ഞു. ഓയ് സോറോ, അവനെ രക്ഷിക്ക്. അവൻ ശത്രുവല്ലേ, അവിടെങ്ങാനും കിടക്കട്ടെ. അവനെ ഉപേക്ഷിച്ചാല് അവൻ ഇവിടെ കിടന്ന് ചത്തുപോകും. അവന് നീന്താൻ പറ്റില്ല എന്ന് ലൂഫി. എനിക്കറിയാം, എന്നാലും എൻ്റെ ക്യാപ്റ്റന്റെ ഉത്തരവ് ഞാൻ പാലിച്ചെന്നേ ഉള്ളൂ. എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവന് പെട്ടെന്ന് അങ്ങനെ തോന്നിയതാ, കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ജോലി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ അല്ലേ? കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ, കണ്ട മറീൻസിനെ രക്ഷിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് സാഞ്ചി. അപ്പോൾ സ്മോക്കറിനെ കണ്ട് മറീൻസ് അവിടേക്ക് വരാൻ തുടങ്ങിയിരുന്നു. ഉസോപ്പ് ഫുൾ പവറിൽ പറഞ്ഞു, ഓൾ റൈറ്റ്, ഫുൾ സ്പീഡ് ടു അലിബർണ. ക്രോക്കഡൈൽ എവിടെ? ലൂഫി കാലിപ്പ്. അപ്പോൾ ലൂഫി സ്മോക്കറിനെ കണ്ടു. സ്മോക്കി, നിനക്ക് ഇനിയും വേണോ? ലൂഫി ഫൈറ്റ് ചെയ്യാൻ റെഡിയായിരുന്നു. ഉസോപ്പ് സ്മോക്കറിനെ കണ്ടു. അയ്യോ സ്മോക്കർ, വേണ്ട ലൂഫി, ഇവിടുന്ന് പോകാം. ഇവൻ സീരിയസ് ആയിട്ടാണോ? സ്മോക്കർ അത്ഭുതപ്പെട്ടു. പൊക്കോ. ഈ ഒരൊറ്റ തവണ മാത്രമേ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടൂ. അടുത്ത തവണ നമ്മൾ തമ്മിൽ കണ്ടാൽ മരണം ഉറപ്പിച്ചു, സ്മോക്കർ പറഞ്ഞു. സ്ട്രോ ഹാറ്റുകൾക്കെല്ലാം അത് അത്ഭുതമായിരുന്നു. അവിടേക്ക് മറീൻസ് അടിക്കാറായി. ഞാൻ പോകാം. അലിബർണ എങ്ങോട്ടാ? ആ വഴി, നേരെ കിഴക്കോട്ട്. സ്ട്രോ ഹാറ്റുകൾ ഓടി. ലൂഫി അവിടെ നിന്നു. അതുകണ്ട് സോറോ അവനെ വിളിച്ചു. ഓയ് ലൂഫി, നീ എന്തെടുക്കുവാ? നാണം വന്ന സ്മോക്കർ ലൂഫിയെ ആട്ടി ഓടിച്ചു. സ്ട്രോ ഹാറ്റുകൾ അലിബർണ ലക്ഷ്യമാക്കി ഓടി. ഓൾ റൈറ്റ് ഗായ്സ്, സ്ട്രെയിറ്റ് ടു അലിബർണ.